കേരളത്തിന്റെ തനിമയും ഭക്തിയും ആവേശവും ഒരുപോലെ നിറഞ്ഞ ഒരു മഹോത്സവത്തിന്റെ കഥ കൊടുങ്ങല്ലൂർ ഭരണി. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ ഭരണി നക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ഈ ആഘോഷം കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും എത്താറുണ്ട്. എന്താണ് ഈ ഉത്സവത്തെ ഇത്രയും വിശേഷമാക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ ചരിത്രവും വിശ്വാസവും? കൊടുങ്ങല്ലൂർ ഭരണി ഒരു സാധാരണ ഉത്സവമല്ല. ഇത് ഭക്തിയുടെയും ഊർജത്തിന്റെയും ഒരു വൻ സമ്മേളനമാണ്. മലയാള മാസമായ മീനത്തിൽ ഭരണി നക്ഷത്ര ദിവസം തുടങ്ങുന്ന ഈ ആഘോഷം 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കാവുതീണ്ടൽ. ചുവന്ന വസ്ത്രം ധരിച്ച് കയ്യിൽ വാളുകളോ മറ്റ് ആയുധങ്ങളോ പിടിച്ച് വെളിച്ചപ്പാടുകൾ, അതായത് കോമരങ്ങൾ, ക്ഷേത്രത്തിന് ചുറ്റും ഓടി നടക്കുന്നു. അവർ തടികൊണ്ട് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ അടിക്കുന്ന ശബ്ദം ദൂരെ നിന്ന് പോലും കേൾക്കാം. ഈ ചടങ്ങ് ദേവിയുടെ ശക്തിയെ ഉണർത്തുവാനും ഭക്തരുടെ ആവേശം പ്രകടിപ്പിക്കാനുമാണെന്നാണ് വിശ്വാസം. പിന്നെ ഭരണിപ്പാട്ട്. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ അത്ഭുതം തോന്നാം. കാരണം ഇതിൽ പലപ്പോഴും അശ്ലീലമായ വാക്കുകൾ കേൾക്കാം. പക്ഷെ ഇതൊരു പഴയകാല ആചാരത്തിന്റെ ഭാഗമാണ്. പണ്ട് ദേവിയെ തൃപ്തിപ്പെടുത്തുവാനും ദുഷ്ടശക്തികളെ അകറ്റുവാനും ഇങ്ങനെ പാടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ പാട്ടുകൾ ഇന്നും ഭരണിയുടെ ഒരു അഭിവാജ്യ ഘടകമാണ്. കൂടാതെ കോഴിബലി, തെച്ചിപ്പൂക്കൾ കൊണ്ടുള്ള പൂജകൾ, ദേവിക്ക് നെയ്വിളക്ക് തുടങ്ങിയ ചടങ്ങുകളും ഈ ഉത്സവത്തിന്റെ ഭാഗമാണ്. ഓരോ നിമിഷവും ഭക്തിയും ആവേശവും നിങ്ങളെ പൊതിയുന്ന ഒരു അനുഭവം. കൊടുങ്ങല്ലൂർ ഒരു ചരിത്ര നഗരമാണ്. പണ്ട് മുസിരീസ് എന്ന പേര് കേട്ട ഈ തുറമുഖം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്നു. ഈ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതാണ് എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു കഥയിൽ ശിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസത്തിലെ കണ്ണകി ഈ ദേവിയുടെ രൂപമാണെന്നും പറയപ്പെടുന്നു. 8 കൈകളിൽ ആയുധങ്ങൾ ധരിച്ച് ദാരികാസുരന്റെ തല പിടിച്ചു നിൽക്കുന്ന ഭദ്രകാളിയുടെ ഈ രൂപം ഭക്തരിൽ ഭയവും ഭക്തിയും ഒരുപോലെ ഉണർത്തുന്നു. ദാരികാസുരനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം നടക്കുന്നത് എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ ദിവസം ദേവിയുടെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നുവെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭരണി കേവലം ഒരു ക്ഷേത്രോത്സവമല്ല. ഇത് കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന്റെ മറ്റൊരു പ്രതീകമാണ്. ഇവിടെ നിന്നാൽ പഴയകാല ആചാരങ്ങളുടെ ആഴവും ഭക്തരുടെ അടങ്ങാത്ത ഊർജവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ചിലർക്കിതൊരു ആത്മീയ യാത്രയാണ്, മറ്റു ചിലർക്ക് വിസ്മയ കാഴ്ചയും. എന്തായാലും ഈ ഉത്സവം ഒരിക്കലെങ്കിലും നേരിട്ട് കാണേണ്ട ഒന്നാണ്. ഉത്സവ ദിനങ്ങളിൽ കൊടുങ്ങല്ലൂർ ഒരു മേളയുടെ പ്രതീതി തരും. തെരുവിൽ നിന്ന് പലഹാരങ്ങളുടെ മണവും കച്ചവടക്കാരുടെ വിളികളും ഭക്തരുടെ ആർപ്പുവിളികളും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ ഭരണി എന്നത് ഒരു ഉത്സവത്തിനപ്പുറം ഒരു അനുഭവമാണ്. ഭക്തിയുടെ, സംസ്കാരത്തിന്റെ, ചരിത്രത്തിന്റെ എല്ലാം. ഈ മഹോത്സവം കേരളത്തിന്റെ പാരമ്പര്യത്തെയും വൈവിധ്യത്തെയും നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു.